മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നോമ്പിനൊക്കെ നമ്മൾ എപ്പോഴും വെള്ളം കലക്കുമല്ലോ. നാരങ്ങ പിഴിയുക, മുറിക്കുക, കലക്കുക. അതൊന്നും ഇല്ലാതെ നമുക്ക് എപ്പോൾ എടുത്താലും വെള്ളം കലക്കാൻ പറ്റണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അത് ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് കൊണ്ടാണ് കേട്ടോ. ഇതൊരു 300 ഗ്രാം ബീട്രൂട്ട് ഉണ്ട്. ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഇതാകുമ്പോൾ ഹെൽത്തിയാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ കലക്കി വെച്ചാലേ അപ്പം എടുത്ത് ഇച്ചിരി ഐസ് കട്ട ഇട്ടിട്ട് കുടിച്ചാലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ജ്യൂസായിരിക്കും. ഇപ്പോൾ ഇതേപോലെ തോലൊക്കെ ചെത്തി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ സാധനത്തിൽ വെച്ച് ഇങ്ങനെ ചിരണ്ടി എടുക്കാം. ചെറിയ ചിരകയിൽ വെച്ച് വേണം ചിരണ്ടാൻ കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിനെ ഈ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. പരത്തിയിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരത്തിയില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവും വെള്ളം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് കുക്കറിലാണല്ലോ വേവിക്കുന്നത്. ഇത് കുക്കറിലല്ലാതെ നമ്മൾ പാത്രത്തിൽ വേവിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ എന്തുണ്ട് വെച്ചിട്ടാ, നമ്മളെ ബീട്രൂട്ടിലുള്ള ജ്യൂസ് എല്ലാതും വെള്ളത്തിൽ കലങ്ങി നമ്മളടുത്തത് പിഴിഞ്ഞെടുക്കുമ്പോൾ ബീട്രൂട്ടിൽ ഒരു കളറും ഉണ്ടാവില്ല. എല്ലാ ജ്യൂസും വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ടാവും. ഇതാ മക്കളെ, ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇത് ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് പോട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു 4 നാരങ്ങ പിഴിഞ്ഞെടുക്കാം. നാരങ്ങ പിഴിയുന്ന വിത്തിയാണ് കേട്ടോ. നല്ല പഴുത്തോ നോക്കി വാങ്ങായിരുന്നില്ലേ. ഇതേപോലെ എല്ലാതും 4 എണ്ണവും പിഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ. ഇനി നമുക്ക് ഈ നാരങ്ങ നീരിനെ തരിച്ചിട്ട് ഒഴിക്കാം. എന്താ വെച്ചാൽ കുരുവൊക്കെ പൊക്കോട്ട്. ഇനി നമുക്ക് ഈ വേവിച്ചുണ്ടെന്ന ബീട്രൂട്ട് ഒന്ന് നമുക്ക് തരിച്ചിട്ടെടുക്കാം. ഒക്കെ നമുക്കിങ്ങനെ നെക്കി പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ചെറിയ തരിപ്പയിൽ തരിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ വെച്ച് തരിക്കണ എന്തിനാണെന്നറിയാം, നമ്മൾ ഇത് കലക്കി വെള്ളം കുടിക്കുമ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ തരി പോലെ നമ്മൾ കുടിക്കുമ്പോൾ വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് ഇതിൽ തരിക്കുന്നത്. ഇനിയിപ്പോൾ ആ തരി വേണ്ടെന്നുള്ളവർക്ക് ഇതേപോലെ തരിച്ചിട്ട് ചെറിയ അരിപ്പയിലും തരിക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അതിൽ പിഴിഞ്ഞത് പോരായിട്ട് കൈ കൊണ്ടാണ് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിഴിഞ്ഞിട്ട് ഈ ചണ്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിതാ ഇതേപോലത്തെ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. ഇതിൽ നമുക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, ഇത് കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാര തിളച്ച് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
കണ്ടില്ലേ ചെറിയ തരികൾ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം തീ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ല തീ വെച്ചാൽ എന്തുണ്ട് വെച്ചിട്ടാ വല്ലാതെ ഇത് വറ്റിപ്പോവും. വറ്റാൻ പാടില്ല. നമ്മളെ പഞ്ചസാര ജ്യൂസും ഈ ബീട്രൂട്ട് ജ്യൂസും രണ്ടും പാടെ നന്നായിട്ട് മിക്സായി ഒന്ന് കുറുകി വരണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വേഗം തീ വെച്ച് കത്തിച്ചാൽ വേഗം വറ്റി കുറുകി പോകും. അപ്പോൾ ഇത് രണ്ടും പാടെ പെട്ടെന്ന് മിസ്സാവില്ല. അതുകൊണ്ടാണ് മീഡിയം തീ വെച്ച് വറ്റിക്കാൻ പറഞ്ഞത്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കോച്ച് തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച നാരങ്ങ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ വെള്ളമല്ല, നാരങ്ങ നീരാണ് കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി ഈ നാരങ്ങയുടെ നീരും ഈ കോച്ചും ഒക്കെ പാടെ മിക്സായി നല്ല വെന്ത് വരട്ടെ. നാരങ്ങ നീര് അതുവരെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചാലാണ് നമ്മുടെ കോച്ചിൻ്റെ നല്ല കളർ വരുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി കളർ കണ്ടില്ലേ. ഇതാ അങ്ങനെ മക്കളെ നമ്മുടെ സ്കോച്ച് 20 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാരയും നമ്മുടെ ബീട്രൂട്ടും നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും എല്ലാം നന്നായിട്ട് മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് ഞാൻ ഇതെങ്ങനെ വെള്ളം കലക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നനവില്ലാത്ത പാത്രത്തിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കട്ടെ. നല്ല മൂടിയുള്ള പാത്രത്തിൽ വേണം വെക്കാൻ. ഇനി നമുക്കിതിൽ 2 ഗ്ലാസ് വെള്ളം കലക്കാം കേട്ടോ. ഒരു ഗ്ലാസിൻ്റെ പകുതിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലിനി നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചവെള്ളമോ കുറച്ച് സോഡയോ ഒഴിച്ചാൽ നമ്മുടെ ജ്യൂസ് റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ജ്യൂസ് റെഡിയായി കണ്ടില്ലേ. അപ്പം ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നോമ്പ് കഴിയണവരെ, അതല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓരോരുത്തർ വിരുന്നുകാർ, ചില വീട്ടുകളിൽ എപ്പോഴും ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഇവിടെ ഇരുത്തിയിട്ട് ഇച്ചിരി വെള്ളം കലക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് നാരങ്ങ എടുക്കുക ഒക്കെ എടുത്ത് കഴിക്കിട്ടും പിഴിഞ്ഞിട്ടും എടുക്കും. അപ്പോൾ ഇതിൽ ലേശം ഒഴിച്ച് ഇതേപോലെ ഇച്ചിരി ഐസ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്താൽ ജ്യൂസ് റെഡിയായി. അപ്പോൾ വേഗം അവരെ മുമ്പിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അവരോട് വർത്താനം പറയാൻ സമയം കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.